നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്ന ഉത്തരം വിവാഹം എന്നായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി കാലം സന്തോഷത്തോടെ ഇരിക്കണോ അതോ പ്രയാസങ്ങളിലൂടെ കടന്നുപോകണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന പങ്കാളിയാണ്. ഒരു ദീർഘകാല ബന്ധം എന്നത് രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാനും ഏതൊരു പ്രതിസന്ധിയിലും കൂടെ നിൽക്കാനും തയ്യാറെടുക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ അത് സ്വാഭാവികമായും ഏറ്റവും മികച്ച ഒരാളായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പലപ്പോഴും നമ്മൾ വളർത്തപ്പെടുന്നത് വിവാഹം ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായമെത്തുമ്പോൾ ചെയ്യേണ്ട ഒന്നാണ് എന്ന ചിന്താഗതിയിലാണ്. എന്നാൽ പ്രായം കൂടുന്തോറും അനുഭവങ്ങൾ കൂടുന്തോറും നമ്മളൊരു കാര്യം മനസ്സിലാക്കും: ബന്ധങ്ങൾ എപ്പോഴും അത്ര എളുപ്പമുള്ള ഒന്നല്ല. ഒരു വിവാഹ കൺസൾട്ടന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ കാണുന്ന റെഡ് ഫ്ലാഗുകൾ അഥവാ അപകടസൂചനകൾ അവഗണിക്കുന്നതുകൊണ്ടാണ് പല വിവാഹങ്ങളും ദുരന്തമായി മാറുന്നത്. വെറും സ്നേഹം മാത്രം പോരാ, പരസ്പര ബഹുമാനം, ഒരേപോലെയുള്ള താൽപ്പര്യങ്ങൾ, കെമിസ്ട്രി എന്നിവയെല്ലാം പ്രധാനമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാനും പ്രശ്നങ്ങൾ ആരോഗ്യകരമായി പരിഹരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും വലിയ ഗുണം ചെയ്യില്ല. ഇവിടെ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കട്ടെ: ഇതുപോലെയുള്ള ലൈഫ് ടിപ്സുകളും അറിവുകളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം നൽകുന്നത്. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പലരും നോക്കുന്ന ഒരു പ്രധാന ഗുണമാണ് ബുദ്ധിശക്തി. എന്നാൽ വെറുതെ സംസാരിക്കാൻ അറിയുന്നവരെയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് പ്രശ്നങ്ങളിൽ തളരാതെ പോസിറ്റീവായ തീരുമാനങ്ങളിലെത്താൻ കഴിയുന്നവരെയാണ്. നിങ്ങളുടെ മതപരമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, നിങ്ങളുടെ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പൊരുത്തം എന്നിവയെല്ലാം ഇവിടെ ഗൗരവമായി ചിന്തിക്കണം. വിവാഹമെന്നത് കേവലമൊരു ആചാരമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കി കാലം ഒരാൾക്കൊപ്പം ചെലവഴിക്കാനുള്ള ഉറച്ച തീരുമാനമാണ്. എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്? സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം നമ്മുടെ ആരോഗ്യത്തിനുപോലും നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. സ്നേഹം പങ്കിടാനും ക്ഷമ പഠിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും വിവാഹം നമ്മെ സഹായിക്കുന്നു. എന്നാൽ മിക്ക വിവാഹങ്ങളും ആദ്യ 7 വർഷത്തിനുള്ളിൽ വേർപിരിയലിലേക്കെത്തുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുതന്നെ തിരഞ്ഞെടുപ്പിൽ അതീവ ജാഗ്രത വേണം. സാധാരണയായി സ്ത്രീകൾ ഒരു പങ്കാളിയെ നോക്കുമ്പോൾ സാമ്പത്തിക ഭദ്രതയും ഉത്തരവാദിത്തബോധവും ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പുരുഷന്മാർ പൊതുവെ വൈകാരികമായ കരുത്തുള്ള കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പങ്കാളികളെയാണ് ആഗ്രഹിക്കുന്നത്. വിവാഹ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. 1. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്നവരായിരിക്കണം, അല്ലാതെ ജീവിതം തകിടം മറിക്കുന്നവരാകരുത്. 2. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതരീതിക്ക് അനുയോജ്യമായ ഒരാളെ കണ്ടെത്തുക. 3. വെറും സ്നേഹത്തിന്റെ പുറത്തുമാത്രം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. സംസ്കാരം, മതപരമായ വിശ്വാസങ്ങൾ, വിദ്യാഭ്യാസ നിലവാരം, പൊരുത്തം, കൂടാതെ സാമ്പത്തിക സ്ഥിതി എന്നിവയും കൃത്യമായി പരിശോധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത വളരെ പ്രധാനമാണ്. കടബാധ്യതകളെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ വിവാഹത്തിന് മുൻപ് തന്നെ വേണം. ചുരുക്കത്തിൽ, വിവാഹമെന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന വലിയൊരു തീരുമാനമാണ്. പതിറ്റാണ്ടുകളോളം നീണ്ടുനിൽക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് കണ്ണുമടച്ച് ഇതിലേക്ക് എടുത്തുചാടരുത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ആലോചിച്ച ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.